മറവിച്ചക്കന്റെ വിക്കിപ്പെണ്ണ് പാർട്ട് 2. രചന ദിൽഷാദിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവളുടെ ആദ്യ നോട്ടം തന്നെ ചങ്കിലൂടെ ഒന്ന് പൊള്ളിപ്പായുകയാണെന്ന് സഹീലിന് തോന്നി. അത്രത്തോളം എന്തോ ഒരു മായാജാലം അവളുടെ ആ നോട്ടത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആസിയയുടെ ആ മാന്ത്രിക നോട്ടത്തിൽ നിന്നും കണ്ണുവെട്ടിച്ച് സഹീൽ അവൾക്കരികിലെത്തി. ദേടി, നിന്റെ ആളെത്തി. ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവുന്നില്ലേ? ആസിയയും സഹീലിനെയും മാറി മാറി നോക്കി ഒന്ന് കളിയാക്കി കൂട്ടുകാരികൾ അകന്നു നിന്നു. അപ്പോഴും സഹീലിനൊന്നും പിടികിട്ടിയില്ല. ഇവൾമാരെന്തിനെ എങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നെന്ന ചിന്തയായിരുന്നു അവന്. ക്ലാസ്സിൽ അത്തപ്പൂക്കളിടുന്ന മറ്റു പെൺകുട്ടികളിലും സഹീലിന്റെ നോട്ടം തറച്ചു. അവരൊക്കെ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. എന്നാൽ ആസിയ സെൽവാറായിരുന്നു ധരിച്ചിരുന്നത്. ലെറ്റർ കയ്യിൽ പിടിച്ചു തന്നെ അവൻ ആസിയുടെ മുന്നിൽ നിന്നു. ആസിയുടെ മുഖത്തിൽ ലജ്ജാവതി ഭാവം നിഴലിക്കുന്ന മനസ്സിലാക്കിയ സഹീലിന്റെ ചുണ്ടുകളൊന്ന് കൂടി. എന്താ? സഹീലിനെ നോക്കി അവൾ ചോദിച്ചു. എന്ത്? സംശയത്തോടെ അവനും ചോദിച്ചു. സത്യത്തിൽ പ്രേമലേഖനത്തിന്റെ കാര്യം സഹീൽ പാടെ മറന്നിരുന്നു. ആസിയയുടെ സൗന്ദര്യവും നെഞ്ചിൽ തറച്ച നോട്ടവുമായിരുന്നു ആ മറവിയുടെ കാരണം. എന്താ? സഹീൽ പിടിച്ചിരിക്കുന്ന കടലാസിൽ നോക്കി അവൾ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് പ്രേമലേഖനത്തിന്റെ കാര്യം അവന് ഓർമ്മ വന്നത്. ഓ സോറി. തലയിൽ കൈവച്ച് സഹീൽ ആദ്യം എളിപ്പിനായിട്ടൊന്ന് വിളിച്ചു. താനാണോ ഇതെനിക്ക് നേരെ എറിഞ്ഞത്? നിവർത്തി പിടിച്ച കടലാസ് ആസിയയ്ക്ക് നേരെ നീട്ടി അവൻ ചോദിച്ചു. അവളത് വാങ്ങി വായിച്ചു. ശേഷം അവളിൽ വിടർന്ന പുഞ്ചിരിയിൽ അനുരാഗം തുളുമ്പുന്നതായി സഹീലിന് തോന്നി. ആ അനുരാഗത്തെ നാണത്താൽ മറപിടിക്കാൻ അവൾ കിണഞ്ഞു ശ്രമിച്ചു. അതെ. സഹീലിന്റെ സംശയദൃഷ്ടിയിൽ നോട്ടമെറിഞ്ഞ് അവൾ പറഞ്ഞു. അവൻ ആദ്യമൊന്ന് അമ്പരന്നു. എന്തിന്? ഇയാളെന്തിന് എന്നെ പ്രേമിക്കുന്നത്? ക്യാമ്പസിൽ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടോ? മുഖം കോട്ടിപ്പിടിച്ചവൻ ചോദിച്ചു. അതിന് മറുപടി പറയാതെ ആസിയ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ക്ലാസ് ഒന്നടങ്കം തങ്ങളിലാണ് നോട്ടം എറിഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ആസിയ അവനോട് ചോദിച്ചു. ഈ കാര്യം നമ്മൾ ക്ലാസ്സിന് വെളിയിൽ നിന്ന് സംസാരിക്കാം. അവൾ ആദ്യം ക്ലാസ്സിൽ നിന്നിറങ്ങി. ഒന്നും മിണ്ടാതെ ആസിയയ്ക്ക് പുറകിൽ അവനും ചലിച്ചു. ഇരുവരും കുറച്ചൽപ്പം മാറി നിന്നും സഹീൽ തന്റെ ചോദ്യം ആവർത്തിച്ചു. അങ്ങനെ എല്ലാ ആണുങ്ങളോടും തോന്നേണ്ട വികാരമല്ലല്ലോ ഇത്. മനസ്സിനുണ്ടെങ്കിൽ ആളോട് മാത്രം തോന്നേണ്ട ഒന്നല്ലേ പ്രണയം? എല്ലാവരോടും തോന്നുന്നതിന് പ്രണയം എന്ന് പറയില്ലല്ലോ. അല്പം പുഞ്ചിരി തൂയി ആസിയ പറഞ്ഞു. അവൾ തന്റെ കണ്ണുകളിൽ നോക്കി ഇമ വെട്ടാതെയാണ് സംസാരിക്കുന്നതെന്ന് സഹീൽ ശ്രദ്ധിച്ചു. ബുദ്ധിമതിയുടെയും ധീരതയുടെയും ലക്ഷണമാണത്. സഹീൽ അവളെ അനുനിമിഷം മനസ്സിൽ വിലയിരുത്തി. അതല്ല ഞാൻ പറയുന്നത്. താൻ ആരാണെന്നോ എന്താണെന്നോ എവിടെയാണോ താമസിക്കുന്നത് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നത് തന്നെ. എന്തിനാൾ പറയുന്നു? തന്റെ പേരുപോലും എനിക്കറിയില്ല. സഹീൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഓ അതാണോ കാര്യം? അവൾ അല്പം പുച്ഛത്തോടെയാണോ അത് പറഞ്ഞത്? സഹീൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കവേ ആസിയ തിരിഞ്ഞടന്നു. എൻ്റെ പേര് ആസിയ. ഞാനിവിടെ ബികോം ഫസ്റ്റിൽ പഠിക്കുന്നു. സലീമിൻ്റെ റുക്കിയുടെയും 2 പെൺമക്കളിൽ ഇളയവളാണ് ഞാൻ. ബാപ്പാക്ക് മാർക്കറ്റിൽ സ്വന്തമായിട്ടൊരു കടയുണ്ട്. അവിടെ പച്ചക്കറി കച്ചവടം ചെയ്ത് അല്ലയില്ലാതെ ജീവിച്ചു പോകുന്നു. എന്താ ഇത്ര മതിയോ എന്നെക്കുറിച്ച്? പെട്ടെന്ന് തന്നെ അവൻ ഉത്തരം പറഞ്ഞു. പോരാ. പെട്ടെന്ന് തന്നെ അവൻ ഉത്തരം പറഞ്ഞു. പിന്നെ? സഹീലിനൊന്ന് തിരിഞ്ഞു നോക്കി കൈകെട്ടി അവൾ സംശയം പ്രകടമാക്കി. എങ്ങനെയാണ് എന്നോട് തനിക്ക് ഇത്തരത്തിൽ അനുരാഗം തോന്നിയത്? അതിന് തക്ക എന്ത് ഗുണമാണ് എനിക്കുള്ളത്? തന്നെ കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള തനിക്ക് എന്നെക്കാൾ യോഗ്യനായ ഒരുത്തനെ കിട്ടില്ലേ? ദെൻ വൈ മീ? വെപ്രാളത്തോടെ അവൻ ചോദിച്ചു. ആദ്യം കേട്ട ആസിയയിൽ അല്പം ചിരി പൊട്ടി. ആരെയും മയക്കുന്ന മനോഹരമായ ചിരി. ആ ചിരി പോലും അവനെ മയക്കാൻ ശക്തിയുള്ളതായിരുന്നു. ആരാ പറഞ്ഞത് സഹീൽ അതിന് യോഗ്യനല്ല എന്ന്? ഈ ക്യാമ്പസിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആണൊരുത്തൻ. നിഷ്കളങ്കമായ നിന്റെ പെരുമാറ്റവും മറ്റുമാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാരണം. പിന്നെ നിന്നെ കാണാനും വലിയ തെറ്റൊന്നുമില്ല. 6 അടി ഉയരവും അതിനകത്ത് 0 സൈസ് ശരീരവും വെളുത്ത ചർമ്മമൊക്കെ നിന്റെ ഗുണങ്ങളിൽ പെടുന്നവ തന്നെയാണ്. പിന്നെ എൻ്റെ ശ്രദ്ധയാകർഷിച്ച ആ പൊടി മീശയും കുറ്റി താടിയും. അത് പറയുമ്പോൾ അവളൊന്ന് കുളിരി ചിരിക്കുന്ന സഹീൽ ശ്രദ്ധിച്ചു. ആസിയ തുടർന്നു. നിന്നെ ഞാൻ കുറേ നാളായിട്ട് നിരീക്ഷിക്കുകയാണ് സഹീൽ. നിന്റെ തൊട്ടു പിറകിലുണ്ടായിരുന്നു ഞാൻ. പക്ഷേ എവിടെയും നീ എന്നെ കാണാതായപ്പോൾ എനിക്ക് ഇത്തരത്തിലൊരു പ്രേമലേഖനം എഴുതേണ്ടി വന്നു. അത് നിനക്ക് എറിഞ്ഞു തരേണ്ടിയും വന്നു. അവൾ അല്പമൊന്ന് നിർത്തി. ശേഷം തുടർന്നു. ഞാൻ നിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് സഹീൽ. ഒരുപാട് ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് നീ ചോദിക്കരുത്. അതിനെൻ്റെ പക്കൽ വ്യക്തമായിട്ടൊരു ഉത്തരമില്ല. പക്ഷെ ഒന്നുണ്ട് സഹീൽ. സാറാമ്മ കേശവൻ നായർ തിരിച്ച് പ്രണയിച്ചതിനേക്കാൾ 10 മടങ്ങ് ഈ ഉള്ളവൾ നിന്നെ പ്രണയിക്കുന്നുണ്ട്. നിന്റെ നെഞ്ചിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന ഒരു ഇറ്റ് സ്നേഹം എനിക്ക് തന്നൂടെ സഹീൽ. അതിനുവേണ്ടി എൻ്റെ ഉള്ള വ്യത്യസ്തമായ തുടിപ്പോടെ അമിതമായിട്ട് ദാഹിക്കുകയാണ്, പരവേശം കൊള്ളുകയാണ്. സഹീൽ മൗനത്തിലാണ്ട് തരിച്ചു നിന്നു. ഇമ വെട്ടാതെ തൻ്റെ കണ്ണുകളിൽ നോക്കി അത്രയും പറഞ്ഞ ആസിയുടെ കണ്ണിൽ അനുരാഗം നിറഞ്ഞ കവിയുന്നത് അവൻ കാണുകയായിരുന്നു.
എന്തൊരു പെണ്ണാണിവൾ. കത്തിലെഴുതിയ വാക്കുകൾ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അവൾ പറഞ്ഞു തീർത്ത വാക്കുകൾ ആഴത്തിൽ ഇറങ്ങുന്ന പോലെ. ആദ്യമായി അനുരാഗം തോന്നിയ പുരുഷനോട് ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ തൻ്റെ ഇഷ്ടത്തെ വർണ്ണിച്ചിട്ടുണ്ടാവില്ല, തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നിശ്ചയം ഒരു പെണ്ണെന്നതിലുപരി ഇവൾ മറ്റെന്തൊക്കെയാണ്. പെണ്ണെന്ന വാക്ക് ഇവൾക്കൊട്ടും ചേരുകയില്ല. ഇവളുടെ സംസാരത്തിലൂടെയും വാക്കുകളിലൂടെയും ആ സത്യം പുറത്തേക്ക് തികട്ടി വരുന്നുണ്ട്. ആസിയയിൽ നോട്ടമെറിഞ്ഞ് തറച്ചു നിൽക്കുകയാണ് സഹീൽ. പ്രതിമ കണക്കി നിൽക്കുന്ന അവൻ്റെ മിഴികളിൽ നോക്കി അവൾ മൊഴിഞ്ഞു. ഐ ലവ് യു സഹീൽ. നിന്റെ മധുരോധാരമായ മറുപടിക്കായി ഈയുള്ളവൾ കാത്തിരിക്കുന്നു. അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറയുന്നവൻ ശ്രദ്ധിച്ചു. വാക്കുകൾ തൊണ്ടയിൽ പുഴുത്തുകെട്ടി നിലകൊള്ളുന്ന പോലെയാണ് അവനപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെ ആസിയോട് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ അവന് കഴിഞ്ഞില്ല. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ മധുരോധാരമായ മറുപടി. ആദ്യമായി ഒരു പെൺകുട്ടി തൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ പ്രണയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ തരിപ്പ്? അതോ ആസിയെപ്പോലെ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരട്ടാറ് മുതൽ തന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ടോ? അറിയില്ല. വ്യക്തമായൊരു ഉത്തരവിനില്ലായിരുന്നു. മറുപടിക്കായി അവൾ പരവേശമായി അവനെ നോക്കി നിൽക്കെ സഹീലിൻ്റെ കാലുകൾ പിന്നോക്കം ചലിച്ചു. മധുരോധാരമായ മറുപടി അവൾക്ക് കൊടുക്കാതെ തരിച്ച മനസ്സുമായി അവൻ നടന്നകന്നു. അന്നേരം ആസിയുടെ ശിരസ് താഴോട്ട് പോവുകയായിരുന്നു. അന്ന് രാത്രി കട്ടിൽ കിടന്നുകൊണ്ടും സഹീലിൻ്റെ ചിന്ത ആസിയ മാത്രമായിരുന്നു. ജനലിലൂടെ തന്നെ മാത്രം ഒളികണ്ണിട്ട് നോക്കുന്ന പൂർണ്ണ ചന്ദ്രനിൽ അവൻ്റെ നോട്ടം തറച്ചു. ആസിയയുടെ ചിരിയോളം പ്രകാശം പനിമതിയിലില്ലെന്ന് പോലെ അവന് തോന്നി. ആസിയയുടെ വാക്കുകൾ സഹീലിൻ്റെ നെഞ്ചിലൂടെ തഴുകി. അവളുമായി താൻ ചെലവഴിച്ച അല്പനിമിഷങ്ങൾ ഓർത്ത് അവനൊന്ന് കുളിരി കോരി. എന്തൊരു പെണ്ണാണവൾ! എന്തൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞത്? ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ? അതും ഒരാണിൻ്റെ മുഖത്ത് നോക്കി. കഴിയുമായിരിക്കും, കാലം ഇതല്ലേ. അവൻ ദീർഘമായി ശ്വാസം പുറത്തേക്ക് തള്ളി. ചുണ്ടിൽ മന്ദസ്മിതം തൂകി വീണ്ടും ആസിയെക്കുറിച്ച് അവൻ ആലോചിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് അലമാരിയിലെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് നിനക്കെന്നോട് കാന്താരി? കണ്ണാടിയിലെ പ്രതിബിംബത്തെ നോക്കി അവൻ ചോദിച്ചു. എന്ത് മറുപടിയാണ് ഞാൻ നിന്നോട് പറയുക? ഒന്ന് ആലോചിച്ചു. ഇനി അഥവാ ഞാൻ നോ എന്ന് പറഞ്ഞാൽ നീ എന്തായിരിക്കും ചെയ്യുക? അപ്പോഴായിരുന്നു പിന്നിൽ നിന്നും ഒരു വിളിയുയർന്നത്. സഹീൽ തിരിഞ്ഞു നോക്കി. തനിക്ക് മുന്നിൽ മറ്റൊരു രൂപം. ഇത് ഞാൻ തന്നെയല്ലേ? ആ രൂപം ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സാണ് ഉടുത്തിരിക്കുന്നത്. സഹീൽ പുറകോട്ടും വശങ്ങളിലുമൊക്കെയായി തല തിരിച്ചു നോക്കി. ഡാ പൊട്ട, നീ എവിടേക്കായി നോക്കണേ? രൂപം ഒരിക്കൽ കൂടി അവൻ വിളിച്ചതും സഹീൽ സംശയത്തോടെ നിന്നു. എടാ, ആസിയെപ്പോലൊരു പെൺകുട്ടിയുടെ ആണായി പറഞ്ഞ ആരെങ്കിലും ഇഷ്ടമല്ല എന്ന് പറയോടാ? ഇല്ല, സഹീൽ പറഞ്ഞു. അതാണ്, ക്യാമ്പസിലെ ആണുങ്ങളെ ഒഴിവിധപ്പെട്ടവരും ആസിയക്ക് പിറകെ നടക്കുക. ആ സ്ഥിതിക്ക് അവൾ നിന്നോട് ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞത് ഒരു ബമ്പർ ലോട്ടറിയായി കണക്കാക്കേണ്ടടാ പൊട്ടൻ ക്നാപ്പാ. സഹീൽ തലയാട്ടി. അപ്പോ അവളോട് യെസ് പറയാല്ലേ? അവൻ ചോദിച്ചു. യെസ്, ആബ്സല്യൂട്ട്ലി. ധൈര്യമായിട്ട് അവളോട് യെസ് പറയാൻ നോക്കുമോനെ. അവൾ നിനക്കൊരു ലോട്ടറിയാണ്. ആർക്കും കൊടുക്കാതെ അവളെ അങ്ങ് ചേർത്ത് പിടിക്കാൻ നോക്ക്. ഒന്ന് ആലോചിച്ച് സഹീൽ മൂളി ആ രൂപത്തെ നോക്കി. ഇതെവിടെ പോയി? അവൻ മുറിക്ക് ചുറ്റും നോക്കി. ഇല്ല, ആ രൂപം മാഞ്ഞിരിക്കുന്നു. അവൻ ഉറപ്പിച്ചു. ഷെടാ, ഇതെവിടെ പോയി? അല്പനേരം അവൻ സംശയിച്ചു. പിന്നെ അധിക നേരം സംശയിച്ചു നിൽക്കാതെ അവൻ കതക് തുറന്ന് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. പമ്മി പമ്മി കോണിപ്പടി ഇറങ്ങി ഹാളിലെ ഷെൽഫ് ലക്ഷ്യമാക്കി. അതിലാണ് സഹീറയുടെ ഏതാണ്ട് ബുക്കുകൾ ഇരിക്കുന്നത്. ഒരു പുസ്തക പുഴുവാണ് അവൾ. താനാണെങ്കിൽ പുസ്തക വായനയോട് തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയും. അവൾക്കറിവില്ലാത്ത പുസ്തകങ്ങൾ വളരെ വിരളമാണ്. മലയാളത്തിലെ ഏതാണ്ട് ഒരു വിധപ്പെട്ട പുസ്തകങ്ങളുടെ കളക്ഷൻസും ഈ ഷെൽഫിലുണ്ട്. സഹീറയുടെ ഇഷ്ടവിഭാഗം പ്രണയം തന്നെ. സ്വരമുണ്ടാക്കാതെ സഹീൽ ഷെൽഫ് തുറന്നു. ഹോ, എന്തൊരു അടുക്കും ചിട്ടയോടെയാ അവൾ പുസ്തകം വെച്ചിരിക്കുന്നത്. ഇത്രയും വെടിപ്പും വൃത്തിയും എൻ്റെ പുന്നാരപ്പെങ്ങൾ കൊണ്ടെന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. മനസ്സിൽ ഊറിച്ചിരിച്ച് സഹീൽ പുസ്തകങ്ങളിലൊന്ന് വിരലോടിച്ചു. അല്പസമയത്തിന് ശേഷം അവൻ തേടി നടന്ന പുസ്തകം കയ്യിൽ തടഞ്ഞു. അതെ, ബഷീറിൻ്റെ പ്രേമലേഖനം. പുസ്തകം കയ്യിലെടുത്ത് കള്ളച്ചിരിയോട് അവനൊന്ന് മറിച്ചു നോക്കി. കുരിപ്പ് കണ്ട എന്നെ കളിയാക്കി കൊല്ലും. ഞാനും പുസ്തകങ്ങളും ഓന്തോ തിളങ്ങിയും പോലെ എങ്ങനെ കൂട്ടിയാൽ കൂട്ടത്തില്ലെന്ന് അവൾക്കറിയാം. ഷെൽഫ് കൂട്ടി പുസ്തകവുമായി സഹീൽ തന്റെ മുറിയിലേക്ക് പാഞ്ഞു. ഒരു സംഭവം തന്നെയാണ് ബഷീർക്കയുടെ പ്രേമലേഖനമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോളേജ് വരെ എത്തിയിട്ടും ബഷീർക്കയുടെ ഈ പ്രണയ പുസ്തകം വായിച്ചിട്ടില്ലാത്തതിനാൽ പലരിൽ നിന്നും കളിയാക്കൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വായനക്കാരെ പിടിച്ചിരുത്താൻ തക്ക ശക്തിയുള്ള എന്തോ ഒരു മാജിക്ക് ഈ പുസ്തകത്തിൽ ഉണ്ടത്രേ. എന്തായാലും ആസിയുടെ ഇഷ്ടകഥയാണ് പ്രേമലേഖനമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതൊന്ന് വായിക്കാൻ തീരുമാനിച്ചത്. കൂട്ടത്തിൽ ആ മാജിക്കും കൂടി കണ്ടെത്താം. മനസ്സിലോർത്ത് അവൻ താളുകൾ മറിച്ചു നോക്കി. കാൽപ്പനികമായൊരു പ്രേമലേഖനത്തോടെ ആരംഭിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം അവൻ വായിച്ചു തുടങ്ങി.
പ്രിയപ്പെട്ട സാറാമി, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമയോ? ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ. ഗംഭീരം. ആദ്യ ഏതാനും വരികൾ വായിച്ചപ്പോൾ സഹീൽ സ്വയം പറഞ്ഞു, ഈ വരികളിൽ ചിലതല്ലേ അവൾ ആ ലെറ്ററിൽ എഴുതിയത്? അല്പനേരത്തെ ആലോചനക്കൊടുവിൽ സഹീൽ എങ്ങനെയോ അത് ഓർത്തെടുത്തു. ശേഷം അവൻ ബഷീർക്കയുടെ പ്രേമലേഖനം ആർത്തിയോടെ വായിക്കാൻ ആരംഭിച്ചു. ഓരോ വരിയും ഓരോരോ രംഗങ്ങളും തനിക്ക് മുന്നിലെന്ന പോലെ അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിയുകയായിരുന്നു. കേശവൻ നായരുടെ കാൽപ്പനിക പ്രണയത്തിന് സാറാമ നൽകുന്ന മറുപടികളും സാറാമയുടെ ദുരിതപൂർണമായ ജീവിതാവസ്ഥകളും കേശവൻ നായരുടെ കറകലരാത്ത പ്രണയമൊക്കെ ഒന്ന് പുഞ്ചിരി പ്രകടമാക്കി സഹീൽ വായിക്കുകയായിരുന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞ് സഹീൽ സ്വയം പറഞ്ഞു, ഗംഭീരം, അതിഗംഭീരം. വെറുതെയല്ല ആ പെണ്ണിനെ പ്രണയിച്ച്. ഇതൊക്കെ വായിച്ചാൽ ആർക്കാ പ്രണയിക്കാതിരിക്കാൻ പറ്റുക? പ്രണയത്തിലേക്ക് നമ്മെ നയിക്കുന്ന എന്തോ ഒരു മാജിക് ഈ പ്രേമലേഖനത്തിലുണ്ട്, അവൻ തീർച്ചപ്പെടുത്തി. എൻ്റെ ഉള്ളിലും ആ വികാരം പൊട്ടിമുളച്ചു തുടങ്ങി. അനുരാഗം എന്ന തേന്നുകിരുന്ന വികാരം എൻ്റെ ഉള്ളിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. അതെൻ്റെ സിരകളിൽ ഓടാൻ തുടങ്ങി. നിശ്ചയം, ഞാൻ ആസിയെ പ്രണയിക്കുന്നു. സഹീലിൻ്റെ കണ്ണുകൾ വിടർന്നു. അവളെ കാണാൻ മനം കൊതിച്ചു. അവളെ ഒന്ന് ഗാഢമായി പുണർന്ന് ചുംബിക്കാൻ ഉള്ളം കുളിര് കൊണ്ടു. ആസിയ! നടന്നു പോകുന്ന അവളെ അവൻ വിളിച്ചു. സഹീലിൻ്റെ ശബ്ദം കേട്ടതും സ്വിച്ചിട്ടെന്ന പോലെ അവൾ തറച്ചിന്ന് തിരിഞ്ഞു നോക്കി. സഹീൽ! അവൾ മന്ത്രിക്കവേ അവൻ അവൾക്കരികിലേക്ക് നടന്നു വന്നു. തനിക്ക് അനുകൂലമായ മറുപടിയാണ് അവൻ്റെ ചുണ്ടിൽ തിങ്ങിഞ്ഞരങ്ങി തത്തിക്കളിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ ആസിയ വായിച്ചെടുത്തെങ്കിലും അത് അവൻ്റെ ശബ്ദത്തോടെ പുറത്തേക്ക് ഒഴുകാൻ അവൾ കാത്തുനിന്നു. സഹീൽ അവൾക്ക് മുന്നിലായി വന്നു നിന്നു. എന്തോ ഇന്നലെ അവൾക്ക് മുന്നിൽ നിന്നപ്പോഴുണ്ടായ ധൈര്യത്തിന് നേർത്ത കണിക പോലും അവനില്ല. ആസിയയ്ക്ക് മുന്നിൽ മുട്ടിടിച്ച് അവൻ നിന്നു. തണുത്ത തണലിലും അവൻ നന്നായിട്ട് വിയർത്തു. ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ താഴേക്ക് ചാലിട്ടു. വാക്കുകൾ പാടെ അവനിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു. സഹീലിൻ്റെ വെപ്രാളവും പരവേശം കെട്ടിടുന്നവരെ അവൾ കൈകെട്ടി ക്ഷമയോടെ നിന്നു. ആസിയ, ഞാൻ... സഹീൽ വാക്കുകൾ കിട്ടാതെ പരിഭ്രമിച്ചു. ഒടുവിൽ അവൾക്ക് നൽകാനായി പോക്കറ്റിൽ കരുതി വെച്ച പ്രേമലേഖനം സഹീൽ അവൾക്ക് നേരെ നീട്ടി. വിയർപ്പിൽ നനഞ്ഞു തുടങ്ങിയ ആ പ്രേമലേഖനം അവൾ വാങ്ങിച്ചു. ബുള്ളറ്റ് ട്രെയിനേക്കാൾ വേഗതയിലായിരുന്നു ആ നിമിഷം ആസിയയുടെ ഹൃദയത്തുടിപ്പിൻ്റെ വേഗത. അവളുടെ സ്ഥലങ്ങൾ വേഗതയിൽ ഉയർന്നു പൊങ്ങി. എന്തായിരിക്കും ആ ലെറ്ററിൽ? ഉത്കണ്ഠയോടെ അവളത് തുറന്നു വായിച്ചു. പ്രിയതമേ, ഇതും ഒരു പ്രേമലേഖനമാണ്. കേശവൻ നായർക്ക് സാറാമയോടുള്ള ആർദ്രമായ പ്രണയത്തെ ഞാനും മനസ്സിലാക്കുന്നു. തൻ്റെ കൈപ്പടയിൽ എഴുതിയ പ്രേമലേഖനം സാറാമയെ ഏൽപ്പിക്കുവാൻ കേശവൻ നായർ വീർപ്പുമുട്ടിയതുപോലെയുള്ള അവസ്ഥയായിരുന്നു ഇപ്പോൾ എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയത്. അവർ ഇരുവരും തുടർന്നുള്ള ജീവിതം സ്വപ്നം കണ്ടു. ഉണ്ടാവാൻ പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ വായിച്ചെടുത്തു. അതിലൂടെയൊക്കെ നിന്റെ കൈപ്പിടിച്ച് 1000 തവണ ഞാൻ ഇറങ്ങി ചെല്ലുകയുണ്ടായി. സാറാമ അധികനേരം ചിന്തിച്ച പോലെ എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞ നിന്നെ തിരിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിൽ ആണെന്ന പദവിക്ക് ഞാൻ അർഹനല്ല. നീ കാത്തിരിക്കുന്ന എൻ്റെ മധുരോദാരമായ മറുപടി ഇതാണ്: ഞാനും നിന്നെ തിരിച്ച് പ്രണയിക്കുന്നു. മറ്റെന്തിനേക്കാളുമേറെ എൻ്റെ ഉള്ളിൽ നിന്ന് നുരഞ്ഞു പതഞ്ഞു വരുന്ന സ്നേഹത്തിന് അർഹ എന്തുകൊണ്ട് നീയാണ്. അതേ ആസിയ, ഞാൻ നിന്നെ ആർദ്രമായി പ്രണയിക്കുന്നു എന്ന് 1000 ചുംബനത്തോടെ നിന്റെ മാത്രം സഹീൽ. ലെറ്റർ വായിച്ച ആസിയുടെ മുഖം സന്തോഷത്താൽ ചുവന്നു. അതെ, തൻ്റെ പുരുഷൻ തന്നെ തിരിച്ചു പ്രണയിക്കുന്നുവെന്ന സത്യം അവളുടെ മിഴികൾ ഈർന്നണിയിച്ചു. മുമ്പിൽ നിൽക്കുന്ന സഹീലിനെ അവൾ നോക്കി. ഇല്ല, അവൻ അടുത്തില്ല. ഇതെവിടെ പോയി? സംശയത്തോടെ ആസിയ ചുറ്റും കണ്ണോടിച്ചു. ദൂരെ മാറി തന്നെ നോക്കി ഒറ്റ കണ്ണിറുക്കി പുഞ്ചിരി തൂവുന്ന സഹീലിനെ നോക്കി അവൾ മന്ത്രിച്ചു. പോടാ കള്ളത്തെമ്മാടി. ഇരുവരുടെയും പ്രണയം പൂത്തുലഞ്ഞു. ആസിയ സഹീലിന്റെ നെഞ്ചിൽ ആഴത്തിൽ പതിയുകയായിരുന്നു. ആദ്യമായാണ് സഹീൽ ഒരു പ്രണയത്തിൽ അടിമപ്പെടുന്നത് തന്നെ. അത് ആസിയെപ്പോലെ ഒരു കുട്ടിയുടെ തോന്നിയിൽ അവൻ അഭിമാനം കൊണ്ടു. കോളേജിലെ ക്ലാസ് മുറികളും വരാന്തകളും തണൽ മരങ്ങളുമൊക്കെ ഇരുവരുടെയും പ്രണയത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. സഹീലിന്റെ സ്വഭാവത്തിലെ മാറ്റം ഉമ്മ റസിയയും ബാപ്പ നാസറും കാണുന്നുണ്ടെങ്കിലും അതേക്കുറിച്ച് അവനോടൊന്നും ചോദിക്കാതെ അവർ കണ്ണടച്ചു. എന്നാൽ കുരുപ്പ് പെങ്ങൾ സഹീറെ കണ്ണടക്കാൻ തയ്യാറില്ലായിരുന്നു. ഒരേ ഒരു പൊന്നാങ്ങളെ ഫോൺ ചെയ്യുന്ന ചില പ്രത്യേക നിമിഷങ്ങളിൽ കാലുകൊണ്ട് തറയിൽ ചിത്രപ്പണി ചെയ്യുന്നതും സ്വപ്നലോകത്ത് നടക്കുന്നതുമൊക്കെ അവൾ നന്നായി ശ്രദ്ധിച്ചു. അതൊക്കെ പോട്ടെ, കണ്ടില്ലെന്നടിക്കാം. പക്ഷേ ഈയിടെയായിട്ട് എൻ്റെ പൊന്നാരാങ്ങൾക്ക് എന്നോട് ഇത്തിരി പുന്നാരം കൂടുതലല്ലേ? അതെന്താണെന്നറിയണം, സഹീറ ചിന്തിച്ചു. ബാൽക്കണിയിലിരുന്ന്
ആകാശത്തെ വെളുത്ത പഞ്ഞിക്കെട്ടിൽ നോക്കി നെടുവീർപ്പെട്ട് മന്ദഹസിക്കുന്ന സഹീലിന്റെ പുറകെ വന്ന് സഹീറ ഒച്ചയെടുത്തു. ഇക്കാക്കാ! എന്താടി? കിടുങ്ങിപ്പോയ അവൻ വെപ്രാളത്തോട് ചോദിച്ചു. ആ, ഇക്കാക്ക സ്വപ്നം കാണണമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഒന്ന് ഇളിച്ചു കാട്ടി സഹീറ പറഞ്ഞു. ദേ പെണ്ണെ, ഒരൊറ്റ തീമ്പെന്നാലുണ്ടല്ലോ. കൈമടക്കി സഹീറയ്ക്ക് നേരെ അവൻ ഓങ്ങിയതും അയ്യോ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് അവൾ കുതിരിയോടി. പോവാൻ നേരം സഹീറ അവനെ തിരിഞ്ഞു നോക്കി. അതെ ചെക്ക, ഏതാ ഹൂറി? സഹീറയുടെ ചോദ്യത്തിന് സഹീറൊന്ന് ഞെട്ടി നെറ്റി ചൊളിച്ചു. പരിങ്ങണ്ട, മുഖത്ത് തെളിയുന്ന ആ പ്രകാശത്തിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഏതോ രാജാത്തി എൻ്റെ ആങ്ങളയിൽ കുടികയറി ഇരിപ്പുണ്ടെന്ന്. ആരാണാ സുന്ദരി? ഖദീജയോ അതോ സതിയോ? സഹീറയുടെ പെട്ടെന്നുള്ള ചോദ്യം അവനെ വീണ്ടും ഞെട്ടിച്ചു. അവൾക്ക് മുന്നിൽ അവൻ പരിങ്ങി നിന്നു. സാരല്ല, ഇക്കാലത്ത് പറയണ്ട, ഞാൻ ഉമ്മയോടും വാപ്പിയോടും കാര്യം അവതരിപ്പിച്ചോളാം. ദേ പെണ്ണെ! സഹീൽ അവളെ പിടിക്കാൻ ആഞ്ഞതും ഒന്ന് കൊഞ്ഞനും കുത്തി അവൾ ഓടിയാകുന്നു. കുരിപ്പ് പണിയിരാണല്ലോ പടച്ചോനെ. സമയം പാഴാക്കാതെ സഹീൽ അവൾക്ക് പിന്നാലെ പാഞ്ഞു. എടി സഹീറ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ! സഹീൽ അവളെ പിടിച്ച് അടുത്തുള്ള മുറിയിലേക്ക് തള്ളിയിട്ട് കതക് ബോൾട്ട് ചെയ്തു. കള്ള, അപ്പൊ അതാണ് കാര്യം അല്ലേ? മൂക്കിൽ വിരൽ വെച്ച് അവൾ ചോദിച്ചു. ഡി, നീ എന്റെ പെങ്ങളല്ലേടി, ഇങ്ങനെയൊക്കെ എനിക്കിട്ട് പണി തരാവോ? അവൻ അപേക്ഷിച്ചു. ആദ്യം ഇത് പറ മോനെ ദിനേശ, സംഗതി സത്യമാണോ? അടുത്തുള്ള കസേരയിൽ അവൾ ഇരിപ്പുറപ്പിച്ചു. സഹീർ തലയാട്ടി. ഭയങ്കര. അവളുടെ കണ്ണുകൾ പരമാവധി വിടർന്നു. ആട്ടെ, എന്താ കുട്ടിയുടെ പേര്? അത് ആസിയ, അവൻ പറഞ്ഞു. പേരൊക്കെ കൊള്ളാം. ആളെ കാണാൻ എങ്ങനെയുണ്ട്? ആ, നിന്നേക്കാൾ ഭേദം. അവൻ പറയാൻ തുടങ്ങിയതും സഹീറ അവനെ തർപ്പിച്ചു നോക്കി. ഭേദമൊന്നുമില്ല, കുറച്ച് ചന്തൊക്കെയുണ്ട്, അത്രയേ ഉള്ളൂ. റൂട്ട് തിരിച്ച് അവൻ പറഞ്ഞു. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതേ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എൻ്റെ കോളേജിൽ തന്നെയാണ് അവളും പഠിക്കുന്നത്, ബികോമിന്. സഹീറ കനത്തിലൊന്ന് മൂളി. എടാ, നീ എന്നെ പെങ്ങളല്ലേടാ. സഹീറയുടെ താഴെ തറയിലിരുന്നവൻ കൊഞ്ചി. നീ പെട്ടെന്ന് കയറി ബാപ്പിയുടെ ഉമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു തഞ്ചത്തിൽ നീ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, പ്ലീസ് ഡാ. സഹീറയുടെ കവിളിൽ അവൻ നുള്ളി. ഞാനൊന്ന് ആലോചിക്കട്ടെ. അവൾ ഗൗരവത്തിന്റെ കനം അല്പം കൂടി കൂട്ടി. അതൊട്ടും അവളുടെ മുഖത്തിന് ചേരാത്തതായിരുന്നു. മതി, അത് മതി. ആലോചിച്ചിട്ട് എനിക്ക് അനുകൂലമായൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി. ഇളിച്ചു കാട്ടി അവൻ പറഞ്ഞു. മാഷേ, ഇതിനൊക്കെ ചെലവുണ്ട്. എന്ത് ചെലവ്? സഹീൽ സംശയത്തോടെ നോക്കി. സിറ്റി മാളിലെ 30% ഓഫറുണ്ട്. എനിക്ക് 2 ജോഡി ഡ്രസ്സ് വാങ്ങിത്തരണം. അവൾ തൻ്റെ കണ്ടീഷൻ അറിയിച്ചു. മോളെ, പോരെ കത്തുമ്പോൾ തന്നെ വാട് വെട്ടണം. എൻ്റെ കയ്യിൽ നിന്ന് എവിടുന്നാടി കാശ്? ഞാൻ നീയും പഠിക്കില്ലേ? തൻ്റെ നിസ്സഹായത അവൻ അവളോട് വ്യക്തമാക്കി. അയ്യടാ, ഒരു ദരിദ്രം വന്നിരിക്കുന്നു. ഇന്നാൾ ഇയാളുടെ ബാങ്ക് ബാലൻസ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തുക അതിലുണ്ട്. വെറുതെ അഭിനയിക്കല്ലേ മോനെ. കൂട്ടുകാർക്ക് കടം കൊടുത്ത് തിരിച്ചു വാങ്ങാൻ വന്നതിൻ്റെ അത്രയും തുകയൊന്നും ഇതിന് വരില്ലല്ലോ. അതുകൊണ്ട് ഈ കണ്ടീഷൻ എൻ്റെ പൊന്നാരാങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. വാശിയോടെ അവൾ പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? സഹീലിനോട് കൂടുതൽ ചേർന്നിരിക്കുന്ന ആസിയ ചോദിച്ചു. പാർക്കിൽ പ്രണയിച്ചിരിക്കുകയായിരുന്നു ഇരുവരും. എന്തു പറയാൻ? അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങി കൊടുക്കാൻ നേറ്റു. കുഴപ്പമാവോ? ഏയ്, ഉമ്മയോടും ബാപ്പിയോടൊക്കെ അവൾ ഇതൊക്കെ സ്മൂത്തായി ഡീൽ ചെയ്തോളൂ. അതോർത്ത് വിഷമിക്കണ്ട. ആസിയ കനത്തിൽ മൂളി. എന്നാ നമുക്ക് പോവാം, നേരെ ഒരുപാടായില്ലേ വന്നിട്ട്? അവൾ ചോദിച്ചു. വാ പോവാം. ഇരുവരും എഴുന്നേറ്റ് അല്പദൂരം നടന്നു. അല്ല, നിന്റെ ബാഗ് എവിടെ? സംശയത്തോടെ ആസിയ അവനെ നോക്കി. അപ്പോഴാണ് സഹീലിന് ബാഗിന്റെ കാര്യം തന്നെ ഓർമ്മ വന്നത്. അയ്യോ, അതവിടെ ഇരിക്കുക. തലയിൽ കൈവച്ച് അവൻ തിരിഞ്ഞോടി. തങ്ങളിരുന്ന സ്ഥലത്ത് നിന്നും ബാഗ് തിരിച്ചെടുത്ത് ആശ്വാസത്തോടെ അവൻ അവൾക്കരികിലെത്തി. ഇതെന്ത് മറവിയാ സഹീലെ നിനക്ക്? ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഈ നഷ്ടം അറിയുന്നത് നിന്നെ വിട്ടു പോവാത്തേ. സഹീൽ മൗനം പാലിച്ചു നിന്നു. ഇക്കണക്കിന് പോയാ നീ എന്നെ എവിടെ വെച്ചെങ്കിലും മറക്കുമല്ലോ. ആസിയ, അത് ഞാൻ... അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പടച്ചോനെ, ഇങ്ങനെ ഒരു അരണക്കുഞ്ഞിനോടാണല്ലോ എനിക്ക് പ്രേമം തോന്നിയത്. തൻ്റെ വിധിയെ പഴിചാരി ഈർഷ്യയോടെ അവൾ നടന്നു. പിന്നാലെ അവളോട് മാപ്പ് പറഞ്ഞ് സഹീലും. തുടരും. മറവിച്ചക്കൻ്റെ മറവി അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടാക്കും. ആസിയയെ സ്വന്തമാക്കാൻ സഹീലിന് സാധിക്കുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.